32 മീറ്റർ ഉയരമുള്ള തെങ്ങ് 12 മീറ്റർ ഉയരത്തിൽ വെച്ച് ഒടിഞ്ഞ് അതിൻ്റെ മുകളറ്റം നിലത്തു കുത്തിയിരിക്കുന്നു. നിലത്തു കുത്തിയ അറ്റം തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് എത്ര അകലെയാണ്? അപ്പോൾ ഇത് നമുക്ക് ഈ എ ബി ആണ് തെങ്ങ് എന്ന് സങ്കല്പിക്കുക. എ ബി ആണ് തെങ്ങ് എന്ന് സങ്കല്പിക്കുക. അതിൻ്റെ ഉയരം 32 മീറ്ററാണ്. അപ്പോൾ എ ബി തെങ്ങ്, അതിൻ്റെ ഉയരം 32 മീറ്റർ. 12 മീറ്റർ ഉയരത്തിൽ വെച്ച് ഒടിയുന്നു. അപ്പോൾ ഇവിടെ സിയിൽ വെച്ച് ഒടിയുകയാണ് 12 മീറ്റർ ഉയരത്തിൽ. അപ്പോൾ എ സി നമുക്ക് 12 സങ്കല്പിക്കാം. സിയിൽ വെച്ച് തെങ്ങ് ഒടിഞ്ഞു. അപ്പോൾ ഈ ഭാഗം ഇങ്ങോട്ട് ഒടിഞ്ഞ് അങ്ങനെ നിലത്ത് കുത്തി കിടക്കുകയാണ്. അപ്പോൾ ഇതാകെ തെങ്ങിൻ്റെ ഉയരം 32 ആണ്. അതിൽ ഒടിഞ്ഞത് 12 മീറ്റർ ഉയരത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവശേഷിക്കുന്ന ഈ ഭാഗം 20 ആണ്. എന്നാലേ 12ഉം 20ഉം ചേർന്നാൽ 32 ആവുള്ളൂ. അപ്പോൾ എ സി 12 ആണ്. ഈ ഒടിഞ്ഞ ഭാഗം, ഈ ഭാഗം 12, ഇവിടുന്ന് അങ്ങോട്ട് 20. ആ ഒടിഞ്ഞതാണ് ഇങ്ങോട്ട് വീണ് കിടക്കുന്നത്. അപ്പോൾ സി ഡി, ഈ ബി സിയും സി ഡിയും തുല്യമാണ് 20. നമുക്ക് ഇത് മട്ടത്രികോണാണ്, റൈറ്റ് ട്രയാങ്കിളാണ്. ഈ എ 90 ഡിഗ്രിയാണ്, ഈ കോണ് 90 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ എതിർഭാഗം കർണം, ഹൈപ്പോട്ട്ന്യൂസാണ്. ഇത് രണ്ടും പാദവും ലംബവും, അതായത് എ സിയും എ ഡിയും പാദവും ലംബവും. അപ്പോൾ നമുക്കിതിൽ എന്തറിയാം? കർണം അറിയാം, ലംബം അറിയാം, പാദമാണ് കാണേണ്ടത്. കാരണം നിലത്ത് കുത്തിയ അറ്റം, അതായത് നിലത്ത് കുത്തിയ അറ്റം ഇതാണ്. അത് തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് എത്ര അകലെ? ഇതാണ് തെങ്ങിൻ്റെ ചുവട്. അപ്പോൾ ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ പൈത്തഗോറസ് സിദ്ധാന്ത പ്രകാരം പാദം കാണാൻ, എ ഡി എന്ന് പറഞ്ഞാൽ പാദം കാണാൻ സൂത്രവാക്യം √ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ, വില കൊടുക്കുക √ഓഫ് 20 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ, 20 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. 20 സ്ക്വയർ 20 × 20 400 മൈനസ് 12 സ്ക്വയർ 12 × 12 144 കുറയ്ക്കുമ്പോൾ 256 കിട്ടും. അതിൻ്റെ വർഗ്ഗമൂലം 16 മീറ്റർ. ഉത്തരം.